ഈശോ മിശിഹായിൽ ഏറെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ സുകേഷച്ച, ഇന്നത്തെ ഈ ദിവ്യബലിക്ക് സഹകാർമ്മികരായി നമുക്കൊക്കെ അനുഗ്രഹമായി നമ്മോടുകൂടി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോമിറ്റച്ച, എഫ്രമച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട റിൻസി സിസ്റ്റർ അടക്കമുള്ള സിസ്റ്റർമാരെ, ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വലിയ അനുഗ്രഹത്തിൻ്റെ ഒരിടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്ന് എനിക്കറിയാം. ദൈവം നമുക്കായി വലിയ അടയാളം തന്ന ദിവ്യകാരുണ്യത്തിൻ്റെ ഈ ദേവാലയത്തിൽ ഇന്ന് നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇത് വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ്. 2013 ഈ ദിവ്യകാരുണ്യ അടയാളം സംഭവിച്ചപ്പോൾ ഞാൻ ജർമ്മനിയിലായിരുന്നു. അവിടെ ഒരു റോട്ടംബുർഗ് എന്ന് പറയുന്ന രൂപതയിൽ എർഗൻസിംഗ് എന്ന് പറയുന്ന ഒരു ഇടവകയുണ്ട്. അവിടെ ഈ ഷേൺസ്റ്റാട്ട് സിസ്റ്റർമാരുടെ പ്രൊവിൻഷ്യൽ ഹൗസാണ്. അപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ അവിടെ സിസ്റ്റർമാരോടും ഒക്കെ പറഞ്ഞു. അന്ന് അവിടെ ഒരു കർദിനാളുണ്ടായിരുന്നു. അദ്ദേഹം റോമിലെ ഒരു അക്കാഡമിയുടെ പ്രസിഡൻറ്റും പല രാജ്യങ്ങളിൽ ന്യൂൻഷ്യോ ആയിരുന്ന ഒരു കർദിനാളായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, അത് വലിയ അനുഗ്രഹമാണ്. നിങ്ങളുടെ നാടിന്, പ്രത്യേകിച്ച് നിങ്ങളുടെ രൂപതയ്ക്ക്, നിങ്ങളുടെ സഭയ്ക്ക് ദൈവം തരുന്ന വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളമാണ് എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞതും സിസ്റ്റർമാർ പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. അവർക്കൊക്കെ വലിയ ആദരവായിരുന്നു. പിന്നീട് എന്നോട് ചോദിക്കുമായിരുന്നു, എന്ത് സംഭവിച്ചു? അപ്പോൾ ഞാൻ പറഞ്ഞത് റോമിലെ തിരുസംഘം പഠിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്, പിന്നീടൊന്നും ആയില്ല എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ ആഘോഷമായിട്ട് മാർപ്പാപ്പായുടെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ ദിവ്യകാരുണ്യ ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചപ്പോൾ അത് നമുക്കൊക്കെ വലിയ കൃപയുടെ സൂചനയായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ അടയാളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സത്യത്തിൽ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമുണ്ട്. വളരെ പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ എന്ന് പറയാറില്ല, അടയാളങ്ങൾ എന്നാണ് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത്ഭുതങ്ങളെക്കാൾ അടയാളങ്ങളാണ് ദൈവം കാണിച്ചത്. എന്താണ് അടയാളങ്ങൾ? ഈശോയുടെ ദൈവത്വത്തിൻ്റെ തെളിവായിട്ടുള്ള അടയാളങ്ങളാണ് അവിടെ കാണുന്നത്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമാണ്. ഇന്നത്തെ നമ്മൾ ബൈബിൾ വായിച്ചപ്പോഴും അതിൻ്റെ അകത്തെ 16-ാം അധ്യായത്തിൽ നിന്നാണ്, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. 16-ാം അധ്യായത്തിലെ അവസാനത്തെ വചനങ്ങളാണ് വായിച്ചത്. ഈ 16-ാമത്തെ അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വെറുതെ എടുത്ത് തുറന്ന് നോക്കണം. അതിൻ്റെ ആദ്യം പീബോസ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഹെഡിങ് ഉണ്ട്. അതിപ്രകാരമാണ് കാലത്തിൻ്റെ അടയാളങ്ങൾ എന്നാണ് അവിടെ എഴുതി. അപ്പോൾ ഈ ദിവ്യകാരുണ്യ അടയാളവുമായി ബന്ധപ്പെടുത്തി ഈ അടയാളങ്ങളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം, എന്താണ് ഈ അടയാളം സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനാണ് ഈ നിമിഷങ്ങളിൽ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പരിശ്രമിക്കുന്നത്. ഈശോയുടെ അടുത്ത് ഫരിസേയരും സദ്ദുക്കായരും അവിടുത്തെ പരീക്ഷിക്കാൻ വന്നു എന്നാണ് 16-ാമത്തെ അധ്യായം തുടക്കത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ഈശോയോട് പറയാണ്, ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ഒരടയാളം കാണിക്കണം. എന്തിനാണ്? നീ ദൈവപുത്രനാണ്, വരാനിരിക്കുന്ന മിശിഹായാണ് എന്നുള്ള തെളിവ്. അപ്പോൾ ഈശോ അവരെ ശകാരിച്ചു, നിങ്ങൾ അടയാളം അന്വേഷിച്ച് നടക്കുകയാണ്. നിങ്ങളുടെ ഇടയിൽ സജീവനായി ദൈവത്തിൻ്റെ പുത്രനുള്ളപ്പോൾ നിങ്ങൾ എന്തിനാ അടയാളം അന്വേഷിക്കും ചോദിക്കുകയാണ്. ഈശോ സത്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവരെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്ത് അവരുടെ ഇടയിൽ കൂടാരമടിച്ച് അവരുടെ ഇടയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകി എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കാലത്തൊക്കെ അവർക്ക് സമൃദ്ധിയും സംരക്ഷണവും സുരക്ഷിതത്വവും ഉണ്ടായിരുന്നു. എന്നാൽ എന്നൊക്കെ അവർ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചോ, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചോ, അന്നൊക്കെ അവരുടെ ജീവിതത്തിൽ ദുരിതവും കഷ്ടപ്പാടും അടിമത്തവും വന്നു ഭവിച്ചു എന്ന ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ പല തവണ അടിമത്തത്തിലേക്ക് നയിക്കപ്പെടുന്നത്, അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട്. ഇത് സത്യത്തിൽ ഇസ്രായേലിൻ്റെ മാത്രം ഒരു ചരിത്രമല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നോക്കിയാലും ഈ ഇസ്രായേൽ എന്ന ദൈവജനത്തിൻ്റെ ചരിത്രം ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ എപ്പോഴൊക്കെ മനസ്സിലാക്കിയോ അല്ലെങ്കിൽ ആ സാന്നിധ്യത്തിൽ നമ്മൾ ജീവിച്ചുവോ അന്നൊക്കെ നമുക്ക് സമാധാനവും സന്തോഷവും
ഹൃദയത്തിൽ വലിയ ആനന്ദവും ഉണ്ടായിരുന്നു. ഈ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, പ്രത്യേകിച്ച് നമ്മുടെ ലൂക്കായുടെ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന ഒരു വലിയ കാര്യമുണ്ട്. ദൈവത്തോട് കൂടി ആയിരിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ഈ ആനന്ദം എന്ന് പറയുന്നത് അവനൊരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല, നിത്യമായി അവനോട് കൂടെ ഉണ്ടായിരിക്കും. എന്താണ് സ്വർഗീയ സൗഭാഗ്യം എന്നൊക്കെ പറയുന്നത്? ഈ ആകുലതയില്ലാത്ത, ഒന്നിനെക്കുറിച്ചും വ്യഗ്രതയില്ലാത്ത സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ശാലീനതയുടെ അനുഭവമാണ്. അത് ദൈവത്തോടു കൂടെയുള്ള മനുഷ്യർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ദൈവത്തോട് കൂടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഒന്നിനെക്കുറിച്ചും അസ്വസ്ഥത ഉണ്ടാവുകയില്ല. അപ്പം നിങ്ങൾ ചോദിച്ചേക്കാം, നമുക്കൊക്കെ ജീവിതത്തിൽ അസ്വസ്ഥതയുണ്ടല്ലോ. ഉണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മളെ സംരക്ഷിക്കുവാൻ നമ്മുടെ ദൈവം നമ്മുടെ കൂട്ടത്തിലുണ്ട്, കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം നമ്മൾ മറന്നു പോകുന്ന നിമിഷങ്ങളിലാണ് നമുക്ക് ഈ അസ്വസ്ഥത ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ലൗകികരായ മനുഷ്യരായി മാറുകയാണ്, ലോകത്തിൻ്റെ ചിന്താഗതികളുള്ള മനുഷ്യരായി തീരുകയാണ്. അവർക്ക് അസ്വസ്ഥതയും ആകുലതയുമുണ്ട്. പക്ഷേ ദൈവം കൂടെയുള്ള ജനത്തിന് ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതുണ്ടായിരുന്നില്ല എന്ന് പഴയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ ഈശോ കാണിച്ചതും അത് തന്നെയാണ്. നമ്മൾ പറയും, വിളക്കന്നൂര് പോയാൽ ദിവ്യകാരുണ്യത്തിൻ്റെ അടയാളം നമ്മൾക്ക് കാണാമെന്നാണ്. എന്താണ് നമ്മൾ പറയുന്നത്? ദിവ്യകാരുണ്യത്തിൻ്റെ അടയാളം. 2 വാക്കുകളാണ് അവിടെ ചേർത്ത് വെച്ചത്. ദിവ്യമായ കാരുണ്യത്തിൻ്റെ അടയാളം. എന്താണത്? ദിവ്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ദൈവത്തിൽ നിന്ന് വരുന്ന ദൈവികമായ കാരുണ്യമാണ് ദിവ്യകാരുണ്യം. ദൈവമാണ് എല്ലാറ്റിൻ്റെയും ഉടയവൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒക്കെ തുടക്കം ഈ ദൈവമല്ലേ? നമ്മയൊക്കെ സൃഷ്ടിച്ചത് ദൈവമാണ്. നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടല്ല നമ്മൾ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ചിലരൊക്കെ പറയും, ഞങ്ങളുടെ മാതാപിതാക്കൾ സ്നേഹത്തിൽ ഒന്നായപ്പോൾ ഞങ്ങളുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, എത്രയോ മാതാപിതാക്കൾ അല്ലെങ്കിൽ ദമ്പതികൾ, മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ദമ്പതികൾ സ്നേഹത്തിലൊന്നായിട്ട് മക്കളുണ്ടാകാതിരിക്കുന്നു, അല്ലെങ്കിൽ ഉണ്ടായ മക്കൾ തന്നെ ചാപിള്ളകളായി ജനിച്ചിരിക്കുന്നു. എന്ത് നമ്മൾ ഓരോരുത്തരും ജീവനോടെ ഇന്ന് ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ ഈ ലോകത്തിലേക്ക് പിറന്നു വീണു, ഈ കാലഘട്ടം അത്രയും ജീവിച്ചു. ഞാൻ പറയും, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം അതിഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ മനസ്സിൽ, ദൈവത്തിൻ്റെ സങ്കല്പത്തിൽ രൂപം കൊണ്ട അവിടത്തേക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ജനിച്ചത്. അല്ലെങ്കിൽ ഞാനിവിടെ ജീവിച്ചിരിക്കുമായിരുന്നില്ല. ഈ ആകാശത്തിലെ അനന്തകോടി നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച സർവശക്തനാണ് എൻ്റെ ദൈവം. ഈ ലോകത്തെ നമ്മൾ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം അത്ഭുതങ്ങളാണ് ഈ ലോകത്തിൽ നടക്കുന്നത്. ഇതെങ്ങനെ ഇതെല്ലാം നടക്കുന്നു എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. ഈ ലോകത്തെ ഒരു കുറവും കൂടാതെ, അതിനെല്ലാം ഉപരി ഇവിടെ ജീവിക്കുന്ന എന്നെ കരുതലോടെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഞാനെന്ന ബോധ്യം എനിക്കുണ്ടാകണം. ഈ ദൈവം എന്നെ സൃഷ്ടിച്ചതിന് ശേഷം എവിടെയോ ആകാശത്തിൻ്റെ അനന്തതയിൽ ഏതോ മേഘത്തിൻ്റെ ചുരുളുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ഒരു പ്രപഞ്ചശക്തിയൊന്നുമല്ല. ഈ ദൈവം എന്നോടുകൂടെ സജീവനായിട്ടുണ്ട്. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ അടിസ്ഥാനപരമായ ചോദ്യം. ദിവ്യ കാരുണ്യമാണ് ദൈവം. എങ്ങനെയാണ് ഈ ദിവ്യ കാരുണ്യമായത്, അല്ലെങ്കിൽ ദൈവം കാരുണ്യമായിട്ട് രൂപാന്തരപ്പെട്ടത്? ദൈവത്തിൻ്റെ കാരുണ്യമാണ് മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ, അവിടുത്തെ അധികാരത്തെ അംഗീകരിക്കുന്ന മനുഷ്യന് മാത്രമേ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ദൈവത്തെ മറന്ന് നമ്മൾ സ്വന്തം പദ്ധതികളിലൂടെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് നിരാശയായിരിക്കും ഫലം. അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ കൊച്ചു കൊച്ചു അനുഭവം മുതൽ നിരവധിയായ ഉദാഹരണങ്ങളിലൂടെ നമുക്കത് തെളിയിക്കാൻ സാധിക്കും. ദൈവത്തെ മറന്നുള്ള ജീവിതം നിരാശയിലെ നിപതിക്കുകയുള്ളൂ. അനേകരുടെ അനുഭവമാണത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യം ഈ ദേവാലയത്തിൽ എപ്രകാരം നമുക്ക് മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നുവോ അതുപോലെ
നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ശ്രീകോവിലില് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ ഓർത്തിരിക്കണം. ഈ സാന്നിധ്യം നമുക്കുണ്ടാകാൻ വേണ്ടിയാണ് അവിടുന്ന് ദിവ്യകാരുണ്യം നമുക്കായി നൽകിയത്. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് ശേഷം പറഞ്ഞു, ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ആയിരിക്കുവാനാണ് ഞാൻ ഈ കൗദാസികമായി നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നത്. ഈശോ വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. മാറാനാത്ത, കർത്താവെ വീണ്ടും വരണമേ. അതാണ് നമ്മുടെ ബൈബിളിലെ ഏറ്റവും അവസാനത്തെ വചനങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. വെളിപാടിൻ്റെ പുസ്തകം അവസാന വചനങ്ങളിൽ നമുക്കത് കാണാം. കർത്താവെ വീണ്ടും വരണമേ. ആ വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരിക്കൽ ദൈവം വീണ്ടും ഈശോയിലൂടെ തിരികെ വരും എന്ന വിശ്വാസമുള്ളവരാണ് നമ്മൾ. ഈശോയുടെ രണ്ടാമത്തെ വരവിനെ പ്രതീക്ഷിക്കുന്നു. അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മരണസമയത്തായിരിക്കും, നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഏത് നിമിഷത്തിലും അവൻ വന്നാൽ അവനെ സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കേണ്ടവരായിരിക്കും നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് മനുഷ്യൻ എന്നാണ്. അതുകൊണ്ടാണ് ദൈവം തന്നിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ കാരുണ്യപൂർവ്വം തന്നിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി സ്വന്തം പുത്രനെ, അല്ലെങ്കിൽ സ്വയം മനുഷ്യനായി പിറന്നത്. ദൈവത്തിൽ 3 ആളുകളുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. 3 തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിൽ ഞങ്ങൾ ബൈബിൾ പഠിച്ചുകൊണ്ടിരുന്നപ്പം ആലുവ സെമിനാരിലായിരുന്നു. അന്നത്തെ ബൈബിൾ പണ്ഡിതനായ അച്ഛനോട് ചോദിച്ചു, ഇതെങ്ങനെയാ അച്ഛാ ഈ 3 പേര് ഉണ്ട് എന്നാൽ ഒറ്റ ദൈവമുള്ളൂ, ഇതെങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചു. അപ്പോൾ ആ അച്ഛൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ദൈവം ഒരൊറ്റ ദൈവമേ ഉള്ളൂ. എന്നാൽ ഈ 3 ആളുകളിലൂടെ അവിടുന്ന് സ്വയം വെളിപ്പെടുത്തി. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വിധത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. പിതാവായ ദൈവം സൃഷ്ടികർമ്മം നടത്തി. അതിനുശേഷം കാലത്തിന്റെ തികവില് അവിടുന്ന് ഈ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം പുത്രനെ അയച്ചു, മനുഷ്യനായിട്ട്, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി. ഈ പുത്രൻ തൻ്റെ പാടുപീഡകൾക്കും കുരിശുമരണത്തിനും ശേഷം ഉത്ഥാനം ചെയ്ത് പിതാവിങ്കലേക്ക് പോയപ്പോൾ അവിടുന്ന് വീണ്ടും സ്വന്തം ആത്മാവിനെ അവനിൽ വിശ്വസിക്കുന്നവരിലേക്ക് വർഷിച്ചു. അതാണ് പരിശുദ്ധാത്മാവ് എന്ന് അന്ന് ആ അച്ഛൻ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ദൈവം നമ്മുടെ ഇടയിൽ അവതരിച്ചതാണ് ദിവ്യകാരുണ്യം. മനുഷ്യൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കാരുണ്യമാണ്. സത്യത്തിൽ ദൈവം മനുഷ്യനോട് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യമാണ് ഈ തിരുവോസ്തിയിൽ തെളിഞ്ഞിരിക്കുന്ന മുഖം. അത് ആരുടെ മുഖമാണ്? ഒരു മാലാഖയുടെ മുഖമാണോ അത്? കണ്ണു തുറന്ന് എല്ലാവരും നോക്കിക്കേ, ഒരു മനുഷ്യന്റെ മുഖമാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ദിവ്യ കാരുണ്യം. ദൈവത്തിന്റെ കാരുണ്യം മനുഷ്യനാണ്. ഈ മനുഷ്യനായി ദൈവം തന്നെ അവതരിച്ചെങ്കിൽ ഈ മനുഷ്യൻ എന്തുമാത്രം പ്രധാനപ്പെട്ടവളാണ്. ഇന്ന് ദൈവത്തിന്റെ കാരുണ്യം നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഈ തിരുവോസ്തിയിലോട്ട് നോക്കുന്ന അതേ കണ്ണുകളിലൂടെ നമ്മൾ പരസ്പരം നോക്കണം. നമ്മുടെ മുഖങ്ങളാണ് അവിടെ നമ്മൾ കാണുന്ന ഈ മനുഷ്യമുഖം. ഓരോ മനുഷ്യന്റെ മുഖത്തിലൂടെ ദൈവം ഇന്നും നമ്മോട് കാരുണ്യം കാണിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ജീവിതത്തിൽ ദൈവത്തിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ തിരുമുഖം നമ്മളോട് പറയുന്നത് എന്താണ്? ഈ മുഖത്തോട്ട് നിങ്ങൾ നോക്കുക. മനുഷ്യന്റെ പച്ചയായ മുഖത്തേക്ക് നോക്കി അവന്റെ വേദനകൾ, അവളുടെ വേദനകൾ നിങ്ങൾ സ്വന്തമായി കരുതുമ്പോൾ നിങ്ങൾക്ക് ദൈവികമായ കാരുണ്യം ലഭിക്കും. അതിനുള്ള ശക്തി ഈ ദിവ്യകാരുണ്യം അടയാളത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സാന്നിധ്യം മനുഷ്യരുടെ മധ്യത്തിൽ അവതരിച്ചതാണ് ഈ ദിവ്യകാരുണ്യ അടയാളം. ഇത് 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് അവതരിച്ച ഈശോ മിശിഹ തന്നെയാണ്. ഈശോ ആരെന്ന ചോദ്യമാണ് ഇന്നത്തെ വചനത്തിലും പ്രധാനമായിട്ടുള്ളത്. 16-ാം അധ്യായത്തിൽ മത്തായി സുവിശേഷകൻ അത് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഈശോ എനിക്ക് ആരാണ്? പത്രോസിനോട് ചോദിച്ച് കൈസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈശോ നമുക്ക് ആരാണ്? പ്രിയപ്പെട്ടവരെ, ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ അവിടുന്ന് നമുക്കിടയിൽ നടത്തിയ വലിയ അത്ഭുതത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം, ഈശോ എനിക്ക് ആരാണ്? അതിനുത്തരം ഞാൻ ആദ്യമേ പറഞ്ഞു, എന്നെ സൃഷ്ടിച്ച എൻ്റെ പൊന്നു തമ്പുരാനാണ് ഈശോ മിശിഹ. എന്നെ രക്ഷിക്കുന്ന
എൻ്റെ ജീവിതത്തെ സമഗ്രമായി ചൂഴ്ന്നു നിൽക്കുന്ന എൻ്റെ ജീവിതത്തെ പരിപാലിക്കുവാൻ, എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ ശക്തിയുള്ളവനാണ് ഈ തിരുമുഖത്തിൽ കാണുന്ന ഈശോ മിശിഹ. അവന്റെ ശക്തിയിൽ ഞാൻ വിശ്വസിച്ചാൽ എൻ്റെ ജീവിതത്തിൽ സമാധാനം, ദൈവികമായ ആനന്ദം എനിക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒക്കെ പ്രാർത്ഥന എന്താണ്? നമ്മളിവിടെ വന്ന് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് എന്താണ്? ദൈവമേ, എനിക്ക് അത് തരണമേ, ഇത് തരണമെന്ന് മാത്രമല്ല. അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. മക്കൾക്ക് മാതാപിതാക്കളോടാണ് ചോദിക്കേണ്ടത്. അതുപോലെ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തോട് നമുക്ക് എന്ത് ചോദിക്കാം? നമ്മുടെ നന്മയ്ക്കായി അവിടുന്ന് അതെല്ലാം തരും. ഈ പ്രാർത്ഥനകൾ ദൈവത്തോടുള്ള എൻ്റെ ബന്ധത്തിൻ്റെ ആഴത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കണം. വിശ്വസിച്ച് ചോദിച്ചാൽ നമുക്ക് ലഭിക്കും. ഈ ദിവ്യകാരുണ്യത്തെ പുച്ഛിക്കുന്ന ആളുകളുണ്ട്. കാരണം അവർക്ക് വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തവന് സൗഖ്യത്തിന്റെ അനുഭവം ലഭിക്കുകയില്ല. കാരണം ഈശോ ബൈബിളിലുടനീളം ചോദിക്കുന്നത്, നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവൻ ലഭിക്കും, സംശയിക്കുന്നവൻ ലഭിക്കുകയില്ല. വിശ്വാസത്തോടെ ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോ എൻ്റെ കൂടെയുണ്ട് എന്നതിൻ്റെ ദൃശ്യമായ അടയാളമാണ് ഈ ദിവ്യകാരുണ്യം. ഈശോയുടെ ഈ ദിവ്യകാരുണ്യം ഈ കരങ്ങളിലെടുക്കാൻ എനിക്കും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ അത്ഭുതത്തോടെ ഈശോയെ എടുത്തു പ്രാർത്ഥിച്ചു. ദൈവമേ, ഒരു കാര്യം മാത്രം ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്റെ സാന്നിധ്യം മരണം വരെ എന്നെ നീ ഓർമ്മപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. നീ എൻ്റെ കൂടെ ഏത് പ്രതിസന്ധിയിലും ഉണ്ട് എന്ന വിശ്വാസത്തിൽ എന്നെ വളർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഈശോയെ, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും പതറിപ്പോകാതെ നിന്റെ കൂടെ ആയിരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ദേവാലയത്തിൽ വരുമ്പോൾ ഇത്ര മാത്രം പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം തരും. എല്ലാ പ്രശ്നങ്ങളും അവിടുന്ന് പരിഹരിക്കും. നമ്മെ പാപത്തിന്റെ അകൽച്ചയിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവത്തോട് ചേർത്ത് നിർത്തുവാനാണ് സ്വന്തം പുത്രനെ ഈശോ മിശിഹായെ ഈ ലോകത്തിലേക്ക് അയച്ചതെങ്കിൽ, അവിടുന്ന് നമുക്ക് രക്ഷ നൽകിയത്, അവിടുന്ന് നമ്മോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്, അവിടുത്തെ രണ്ടാമത്തെ വരവ് വരെ അവിടുത്തെ സാന്നിധ്യം നമുക്ക് നൽകുവാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, ഉപരിപ്ലവമായ ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ആഴമായ വിശ്വാസം നമുക്ക് നേടിയെടുക്കാം. ഈ ദിവ്യകാരുണ്യം ഇത് യാഥാർത്ഥ്യമാണ്. ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നതിനുള്ള അടയാളമാണ്. ദൈവം എൻ്റെ സിരകളിൽ ത്രസിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ദൈവമാണ് എന്നെ ഈ ജീവനിൽ നിലനിർത്തുന്നത് എന്നതിനുള്ള അടയാളമാണ്. ദൈവത്തിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യവും ഈ ലോകത്തിലില്ല, എൻ്റെ ജീവിതത്തിലില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുവാനുള്ള ദിവ്യകാരുണ്യത്തിൻ്റെ അടയാളമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പൂർണ്ണമായും നമ്മുടെ ദൈവത്തിന് വിട്ടുകൊടുക്കാം. ഈശോ മിശിഹായിലൂടെ അവിടുന്ന് എനിക്ക് സമീപസ്ഥനാണ്, അവിടുന്ന് എൻ്റെ ഉള്ളിലുണ്ട്. ഈ ഒരു വിശ്വാസത്തിൽ നമ്മൾ വളരാം. നമ്മുടെ വരും തലമുറകളെയും ഈ വിശ്വാസത്തിൽ വളർത്താം. ഇസ്രായേൽക്കാര് അതാണ് ചെയ്തത്. തലമുറകളിലേക്ക് ഈ വിശ്വാസം പകർന്നു കൊടുത്തു. അവരുടെ ഇടയിൽ കൂടാരമടിച്ച് അവരെ സംരക്ഷിച്ച അഗ്നിസ്തംഭമായി മേഘച്ചുരുളുകളിൽ എഴുന്നള്ളി വന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വിശ്വസിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ആധുനിക കാലഘട്ടത്തിലും ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ ഈ ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, സഭയുടെ കൗദാസിക ജീവിതത്തിലൂടെ എന്നിൽ സന്നിഹിതനാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നിനെ കുറിച്ചും ആകുലത വേണ്ട. സർവ്വതും അവിടുത്തെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ഈ ബലിയിൽ സംബന്ധിക്കുമ്പോൾ ദൈവം വലിയ കൃപ നമുക്ക് തരും എന്ന് വിശ്വസിക്കാം. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ദേവാലയത്തിലായിരിക്കുമ്പോൾ ദൈവകരുണയിൽ നമുക്ക് ആശ്രയിക്കാം.
ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ പരിശുദ്ധ അമ്മയോട് കൂടെ ആയിരുന്നതുപോലെ ഉണ്ട് എന്ന വിശ്വാസത്തിൽ അടിയുറച്ച് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.